ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് കെ സുധാകരൻ എടുത്തിരിക്കുന്ന ഈ നിലപാട് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിനെയും UDF-നെയും ബാധിക്കുക? സുധാകരൻ യഥാർത്ഥത്തിൽ അപകടകാരിയായ ഒരു നേതാവാണ്. മുഖ്യമന്ത്രിയുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടാണ് സുധാകരൻ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ തലയുയർന്ന നേതാവായി വന്നത്. ഒരിക്കൽ പോലും ആർക്കും കീഴടങ്ങാത്ത ഒരു നേതാവായ സുധാകരനെ അത്ര എളുപ്പത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കേരള ഹൗസിൽ പോയി കടന്ന് സീറ്റ് സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഇവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന് ഉറപ്പൊന്നും ഇല്ലെങ്കിൽ പോലും മത്സരിക്കുക എന്നുള്ളത് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ലക്ഷ്യമാണ് എന്ന് നമ്മൾ കാണണം. കെ സുധാകരൻ മത്സരിച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ കാണേണ്ടത് അങ്ങനെയല്ല. ഈ എന്തിനാണ് ഇത്രയും പടുവൃദ്ധന്മാർ തന്നെ വീണ്ടും മത്സരിക്കുന്നതിന് കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. ഇപ്പോൾ UDF-ന് യുവമുഖം ഉണ്ടാകും എന്നായിരുന്നല്ലോ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. എവിടെയാണ് യുവാക്കളെ പരീക്ഷിക്കുന്നത്? ഇതുകൊണ്ടാണ് അവർക്ക് കാലാകാലമായിട്ട് കൃത്യമായ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് പോകാൻ പറ്റാത്തത് എന്നുള്ളത് ഈ സംഘടനാപരമായ ദൗർബല്യമാണ്. സുധാകരൻ ഇപ്പം കാണിക്കുന്നത് ഈ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല, സുധാകരന് മാത്രമേ ഗുണം ചെയ്യുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രാജേട്ട നമസ്കാരം. നമസ്കാരം. രാജേട്ട, നമ്മുടെ കെ സുധാകരൻ ഇന്ന് വീണ്ടും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ നാക്കുപിഴകൾ പലപ്പോഴും കോൺഗ്രസിന് തലവേദന ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് കെ സുധാകരൻ എടുത്തിരിക്കുന്ന ഈ നിലപാട് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിനെയും UDF-നെയും ബാധിക്കുക? സുധാകരൻ യഥാർത്ഥത്തിൽ അപകടകാരിയായ ഒരു നേതാവാണ്. ഇടഞ്ഞാൽ ആ ആനയെ പെട്ടെന്നൊന്നും തിളക്കാൻ പറ്റുന്ന ഒരു ആനയുമല്ല. പക്ഷേ സുധാകരൻ അങ്ങനെ ഇടയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. സുധാകരൻ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് നമുക്കറിയാമല്ലോ, കണ്ണൂർ എന്ന് പറയുന്നത് CPM-ന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാർട്ടി CPM-ന് മെമ്പർമാരുള്ള സ്ഥലം, പാർട്ടി ഗ്രാമങ്ങളുള്ള സ്ഥലം കൂടിയാണ്. പിന്നെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്. മുഖ്യമന്ത്രിയുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടാണ് സുധാകരൻ എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ തലയുയർന്ന നേതാവായി വന്നത്. ഈ മുഖ്യമന്ത്രിയായിട്ടോ CPM-ന്റെ നേതാക്കന്മാരുമായിട്ട് ഏറ്റുമുട്ടുന്ന അതേ സമയത്ത് തന്നെ കോൺഗ്രസിലെ എല്ലാവിധ നേതാക്കന്മാരുമായിട്ടും സുധാകരൻ ഏറ്റുമുട്ടിയെന്നുള്ള ഒരു ചരിത്രം നമ്മൾ കാണണം. അപ്പം നമുക്കറിയാം, സുധാകരന്റെ ഉദയത്തോടു കൂടിയാണ് എൻഡാമിഷൻ എന്ന അന്നത്തെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള നേതാവ്, കർണാടകൻ ഏറ്റവും വളരെ വിശ്വസനായിരുന്ന നേതാവ് എൻഡാമിഷൻ പോലും പിന്നീട് തഴയപ്പെടുന്നൊരു ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട എൻഡാമിഷൻ അന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി തീരുമാനിച്ചത് സുധാകരനായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടുകയും LDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സുധാകരനുമായി എൻഡാമിഷൻ ഏറ്റുമുട്ടിയ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം ആ എൻഡാമിഷന്റെ മകളെയാണ് ഇത്തവണ കോൺഗ്രസ് നേതൃത്വം കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് നീക്കം നടക്കുന്നത്. ഈ സമയത്തും സുധാകരൻ എൻ്റെ ചോരയാണ് കണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിന് വേറൊരു പശ്ചാത്തലം കൂടിയുള്ളത്, സുധാകരൻ അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡന്റ് സ്ഥാനം വെച്ചൊഴിഞ്ഞു മാറാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ചില ഉറപ്പുകളിൽ ഒന്ന് കണ്ണൂരിൽ മത്സരിപ്പിക്കാമെന്നും UDF-ന്റെ മിനിസ്ട്രി വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മന്ത്രിയാക്കാം എന്നുള്ളൊരു ഉറപ്പ് കൂടിയുണ്ട്. വനംവകുപ്പ് കൊടുത്താൽ മതിയായിരുന്നു. വനംവകുപ്പിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുക എന്നുള്ളതാണ്. കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ വെറും മോഹം മാത്രമല്ല, ദീർഘകാലമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയനെതിരെ എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ എടുക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായി തന്നെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കാം ഈ ആഭ്യന്തര വകുപ്പ് കിട്ടിയാൽ എന്നുള്ള ഒരു ആലോചന പോലും സുധാകരനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത്, ഒരിക്കൽ പോലും ആർക്കും കീഴടങ്ങാത്ത ഒരു നേതാവായ സുധാകരനെ അത്ര എളുപ്പത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ MP-മാർ ആരും മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ സുധാകരന് മാത്രം ഇളവ് നൽകിക്കൊണ്ട് AICC നേതൃത്വം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പരിധിയിലേക്ക് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ സുധാകരൻ ഇടഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായിട്ട് കടന്നപ്പള്ളി രാമേന്ദ്രനാണ് ജയിക്കുന്നത്. UDF-ന് ഏറ്റവും മേൽക്കൈയുള്ള സ്ഥലമായിട്ട് പോലും കണ്ണൂർ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കണ്ണൂരിൽ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയല്ല UDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നത് എന്നുകൊണ്ട് തന്നെയാണ്. സുധാകരൻ ആവശ്യപ്പെടുന്നത് എനിക്ക് ഈ സീറ്റ് വേണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, എൻ്റെ കയ്യിൽ കിടന്നിരുന്ന സീറ്റ് ഞാൻ വന്നാൽ മാത്രമേ തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ എന്നുള്ള വളരെ വ്യക്തതയോടുകൂടിയാണ് ഇദ്ദേഹം ഈ നിലപാട് സ്വീകരിക്കുന്നത്. അപ്പം സുധാകരനെ അത്ര പെട്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മാറ്റി നിർത്താനും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ സുധാകരൻ വീണ്ടും ഇവർക്ക് വലിയ പ്രശ്നമായിരിക്കുന്നത് തന്നെ നമ്മളിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ N രാമകൃഷ്ണനും അവസാന നാളുകളിലൊക്കെ ഈ കെ സുധാകരനുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ പരസ്യമായിട്ട് തന്നെ രംഗത്തേക്ക് വന്നിരുന്നു. ഇത് കൂടാതെ തന്നെ ഇത് ഈ കെ സുധാകരനും ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അദ്ദേഹം ഈ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ നാക്കുപിഴകൾ, ഓർമ്മക്കുറവുകൾ, ഇതൊക്കെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ട്രോൾ
ട്രോളുകളായിട്ട് മാറാനായിട്ട് സാധ്യതകളില്ലേ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ? അല്ല, ഇത് നമ്മൾ കാണേണ്ടത് അധികാരം എന്ന് പറയുന്നത് ഒരു ഉന്മാദാവസ്ഥയാണ്. അധികാരം ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സുഖം അനുഭവിച്ച ഒരാൾക്ക് പിന്നീട് അധികാര കസേരയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കന്മാരും നമുക്കറിയാം ഡൽഹിയിൽ പോയി കേരള ഹൗസിൽ തമ്പടിച്ചിരിക്കുകയാണ് സീറ്റിന് വേണ്ടിയിട്ട്. എത്രയോ റൂം കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ കേരള ഹൗസിൽ പോയി കടന്ന് സീറ്റ് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന് ഉറപ്പൊന്നും ഇല്ലെങ്കിൽ പോലും മത്സരിക്കുക എന്നുള്ളത് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ലക്ഷ്യമാണ് എന്ന് നമ്മൾ കാണണം. സീറ്റ് മോഹികൾ എല്ലാ കാലത്തും കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാ കാലത്തും നമുക്കറിയാം. പലരും പിന്നീട് പാർട്ടി വിടുകയും CPM-ൽ ചേരുകയും അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും അമ്പയെ പരാജയപ്പെടുകയും ഈ രാഷ്ട്രീയ രംഗത്ത് തന്നെ തീർത്തില്ലാതാവുകയൊക്കെ ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ സുധാകരൻ എന്ന് പറഞ്ഞ നേതാവ്, നമ്മൾ കുറേ കാലമായി സുധാകരൻ ചിലപ്പോൾ BJP-യിലേക്ക് പോയേക്കും എന്നുള്ള ചർച്ചകളൊക്കെ കുറേ കാലം നമ്മൾ കേട്ടതാണ്. ഒരു പ്രാവശ്യം പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ ഇപ്പോഴത്തെ BJP-യിൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല, നാളെ എന്താകും എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷേ ഇന്ന് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റ് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരൻ ആയിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിന് വേണ്ടി ഞാൻ ചെയ്ത സേവനങ്ങളെ ഒരിക്കലും ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. കാരണം കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഈ പാർട്ടിയെ നിലനിർത്താനും പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് നൽകാനും വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യക്കുറവുണ്ട് എങ്കിൽ പോലും ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് ഏറ്റവും കരുത്തൻ, അന്ന് സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു. പക്ഷേ സുധാകരന് പറ്റിയൊരു അബദ്ധം എന്നറിയാം, അദ്ദേഹം ഇപ്പോഴും KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഇപ്പോഴും MP ആയിരിക്കുന്ന സമയത്തും ഒക്കെ അയാൾ ഇപ്പോൾ ACC മെമ്പറാണ്. പക്ഷേ ഇപ്പോൾ പോലും അദ്ദേഹം കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവായിട്ടാണ് ഇപ്പോഴും അദ്ദേഹം ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ. അദ്ദേഹം KPCC ഓഫീസിൽ തന്നെ എത്തുക വളരെ വിരളമായിരുന്നു. കാരണം പണ്ട് KPCC പ്രസിഡന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും KPCC ഓഫീസിൽ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ ഉണ്ടാവേണ്ട ആളാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ K. സുധാകരനെ മാറ്റിയിട്ട് പകരം സണ്ണി ജോസഫിനെ ആക്കിയത്. സണ്ണി ജോസഫിനെ ആക്കിയതോടുകൂടി സണ്ണി ജോസഫ് KPCC ഓഫീസ് കണ്ടിട്ട് തന്നെ മാസങ്ങളായിരിക്കുന്നു. അദ്ദേഹം കണ്ണൂർ പേരാവൂരിൽ MLA ആണ്, അദ്ദേഹം കണ്ണൂരുകാരനാണ്. ഈ ദിവസങ്ങളിലാണ് അദ്ദേഹം പിന്നെ KPCC ഓഫീസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ K. സുധാകരൻ വീണ്ടും മത്സരിക്കാൻ തന്നെയല്ലേ സാധ്യതകൾ? K. സുധാകരൻ ഇപ്പൊ ഞാൻ മത്സരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ K. സുധാകരൻ മത്സരിച്ചു കഴിഞ്ഞാൽ കണ്ണൂരിൽ സീറ്റ് തിരിച്ചുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം കടന്നപ്പള്ളി രാമചന്ദ്രനും K. സുധാകരൻ മത്സരിക്കുന്ന സമയത്ത് ഏറ്റവും ശക്തനായ ആൾ സുധാകരൻ തന്നെയാണ്. കാരണം ഇവർ രണ്ടുപേരും എത്രയോ കാലമായിട്ട് ജനങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ്. കടന്നപ്പള്ളി എവിടെ നിൽക്കുന്നു എന്നുള്ളതും സുധാകരൻ എവിടെ നിൽക്കുന്നു എന്നൊക്കെയുള്ള വലിയ ജനങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനൊക്കെ പറ്റുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് അങ്ങനെയല്ല. ഈ എന്തിനാണ് ഇത്രയും പടുവൃദ്ധന്മാർ തന്നെ വീണ്ടും മത്സരിക്കുന്നതും കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. ഇപ്പൊ UDF-ന് യുവമുഖം ഉണ്ടാകും എന്നായിരുന്നല്ലോ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. എവിടെയാണ് യുവാക്കളെ പരീക്ഷിക്കുന്നത്? ഇപ്പോഴും അടൂർ പ്രകാശ് മത്സരിക്കും എന്ന് പറയുന്നു, MK രാഘവൻ മത്സരിക്കും എന്ന് പറയുന്നു, സുധാകരൻ മത്സരിക്കും എന്ന് പറയുന്നു. ചിലപ്പോൾ രാജുവിൻ ഉണ്ണിത്താൻ ചോദിച്ചോ ഇവരൊക്കെ മത്സരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്കെന്താ മത്സരിക്കാൻ പാടില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഒരു MP പോലും മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടി ദേശീയ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പിന്തുടരാനും അത് അംഗീകരിക്കാനും ഓരോ കോൺഗ്രസ്സുകാരനും ബാധ്യതയുണ്ട്. അത് സുധാകരന് മാത്രം എന്താ പ്രത്യേകത? സുധാകരൻ ഈ പോരാടി ഞാൻ ഇത്രയൊക്കെ ഉണ്ട്. ഇപ്പോൾ ശരിയാ, കണ്ണൂരിലും ശരിയാണ്, അത്തരത്തിലുള്ള വലിയ പോരാട്ടമൊക്കെ നടത്തിയ ആൾ തന്നെയാണ്. ഒരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ ചെയ്ത സംഭാവനകളൊക്കെ വലുത് തന്നെയാണ്. പക്ഷേ എന്തിനാണ് സുധാകരൻ മരിക്കുന്നത് വരെ മത്സരിക്കണമെന്നും ഇത് ചത്ത് കെട്ടുപോവുക എന്നല്ലാതെ സീറ്റ് ഒഴിയുന്ന പരിപാടിയേ ഇല്ല എന്ന് വിചാരിക്കുന്നത് ഈ കോൺഗ്രസിന് ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് വേറൊരു വസ്തു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസ് അധികാരത്തിലില്ല. കോൺഗ്രസ് അധികാരത്തിലില്ലാതിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് അത്ര വലിയ സമരങ്ങളൊന്നും സംഘടിപ്പിച്ചു എന്ന് പറയാനേ അവർക്ക് സാധിക്കത്തില്ല. ഒരിക്കലും അങ്ങനെ സമര പാർട്ടിയല്ലല്ലോ. എന്നാൽ യൂത്ത് കോൺഗ്രസ് ചില സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും പോലീസ് മർദ്ദനം ഏൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരിൽ ആർക്കും സീറ്റ് നൽകാത്തൊരു അവസ്ഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജയ് ഇന്ദുചൂടൻ എന്ന് എനിക്ക് തോന്നുന്നു 2 വർഷമേ ആയിട്ടുള്ള അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇന്ദുചൂടൻ നല്ലൊരു പത്തനംതിട്ട ജില്ലയിലെ നല്ലൊരു നേതാവായിരുന്നു. ഇപ്പോൾ വിജയ് ഇന്ദുചൂടനും ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിന് സീറ്റ് വേണമെന്നാണ്. എന്നാൽ അദ്ദേഹത്തെക്കാൾ സീനിയർ ആയിട്ടുള്ള എത്രയോ നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ടെന്നേ അവർക്കൊന്നും ഒരു സീറ്റ് പോലും കിട്ടുന്നില്ല. അല്ല, ഇത് ഇവർ വയനാട്ടിൽ നടന്ന 2 ദിവസം പിന്നെ ലക്ഷ്യ എന്നുള്ള ഈ പഠന ക്യാമ്പിൽ വെച്ചിട്ട് ഇവർ വളരെ കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. 50% യുവാക്കൾക്ക് ചാൻസ് കൊടുക്കണം. അതുപോലെ തന്നെ സ്ഥിരം മുഖങ്ങളൊക്കെ മാറി പുതിയ കോൺഗ്രസ് ഇത് ഉണ്ടാക്കിയെടുക്കണം, ഒരു നേതൃനിര ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് അവിടുന്ന് പിരിഞ്ഞത്. വനിതകൾക്കും യുവാക്കൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് അവിടുന്ന് പിരിഞ്ഞത്. മാത്രമല്ല ഇത്തവണ കോൺഗ്രസിൽ യാതൊരു തരത്തിലുള്ള ഭിന്നിപ്പ് ഉണ്ടാവില്ലെന്നും ഈ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെ തുടരുമെന്നും കനകോലു സിദ്ധാന്തം പ്രകാരം തന്നെ
സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സുധാകരൻ ഡൽഹിയിൽ പോയി പിണങ്ങി അവിടെ നിന്ന് പോകുന്നുവെന്നും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെന്നും അദ്ദേഹത്തിന്റെ അനുയായികളെല്ലാം ആ വീട്ടിൽ തമ്പടിച്ചിരിക്കുന്നൊക്കെയാണ്. അദ്ദേഹം പാർട്ടി വിടുകയോ അല്ലെങ്കിൽ മറിച്ചെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിക്കുമെങ്കിൽ പോലും ഇത് കോൺഗ്രസിനുണ്ടാക്കുന്ന വലിയ അപകടമുണ്ടെന്ന് നമ്മളത് തിരിച്ചറിയാതെ പോകരുത്. കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് കാലാകാലമായിട്ട് കൃത്യമായ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് പോകാൻ പറ്റാത്തത് എന്നുള്ളത് ഈ സംഘടനാപരമായ ദൗർബല്യമാണ്. കോൺഗ്രസിന്റെ സംഘടനാപരമായ ദൗർബല്യമാണ് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലേക്ക് നയിക്കുന്നത്. അല്ലാതെ സുധാകരനെ പോലെയുള്ള അയാൾ മുൻ KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിലൊക്കെ വളരെ പക്വമതിയായ സംസാര പക്വതയോടുകൂടി തന്നെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണം. ആ ഇതിൽ തന്നെ അദ്ദേഹം ഈ കണ്ണൂർ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നിട്ടിറങ്ങും എന്നൊക്കെ പറയുന്നതിന് പകരം ഞാൻ സ്ഥാനാർത്ഥിയായെങ്കിൽ മാത്രമേ കണ്ണൂർ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന അത് ഒരുതരം പാപ്പരത്വമാണ്. പൊളിറ്റിക്കലി ഒരു നേതാവും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിന്റെ MP ആണെന്നേ, അല്ലാതെ പുള്ളി വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഓക്കെ. അല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാൽ രാഷ്ട്രീയ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഇദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്ന സമയത്ത് നൽകിയിട്ടുള്ള ഈ വാഗ്ദാനങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ വാഗ്ദാനത്തിന് യാതൊരു പഞ്ഞുമില്ലാത്ത പാർട്ടിയാണ്. എന്ത് വാഗ്ദാനം, എല്ലാം ഓഫറുകൾ മാത്രമാണെന്ന് മറ്റേ നമ്മളുടെ വെള്ളിമുങ്ങൽ വിജുവനം പറയുന്ന മാതിരത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഭരണത്തിൽ വെറുതെ ജനങ്ങൾ അങ്ങോട്ട് അധികാരത്തിൽ കയറ്റിക്കോളും എന്നൊരു തോന്നലാണോ കോൺഗ്രസിനെ നയിച്ചത്? യഥാർത്ഥത്തിൽ ഞാനതാ പറഞ്ഞു വരുന്നത്. ഇപ്പൊ UDF അധികാരത്തിൽ വരും എന്നുള്ള ഒരു പരിപ്രേക്ഷ്യം ഇവിടെ ഉണ്ടല്ലോ. ഇപ്പൊ നിലവിൽ അങ്ങനെ ഒരു എയറിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, UDF അധികാരത്തിൽ വരും എന്നുള്ളത്. UDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് സുധാകരൻ മത്സരിക്കാൻ താല്പര്യം. അധികാരത്തിൽ വരാത്തൊരു പാർട്ടിക്ക് ഒരിക്കലും ഇത്തരത്തിൽ അദ്ദേഹം MP ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു MLA ആയിട്ട് തിരുവനന്തപുരത്ത് വന്നിരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവില്ല. മറിച്ച് അധികാരത്തിൽ വരുമെന്നും അധികാരത്തിൽ വന്നാൽ ഇദ്ദേഹം വെറും MP ആയിരുന്നു കഴിഞ്ഞാൽ മന്ത്രിയാവാൻ പറ്റില്ല. അപ്പൊ മന്ത്രിയാവുക എന്നുള്ളത് അദ്ദേഹം കുറച്ചു കാലം മന്ത്രിയായിരുന്നിട്ടുള്ളൂ, നമുക്കറിയാം. പിന്നീട് രാജിവെച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അധികാരത്തിലേക്ക് വരിക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആണ്. ഇപ്പം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തൊക്കെ പുള്ളി തലശ്ശേരിയിൽ മത്സരിക്കുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണനെതിരെയൊക്കെ മത്സരിച്ച് തോറ്റ ആളാണ്. എടക്കാട് O ഭരതനെതിരെ മത്സരിക്കുകയും അത് വലിയ വിവാദമായതാണ്, ഓർമ്മയുണ്ടോന്നറിയില്ല. എടക്കാട് മണ്ഡലം ഇപ്പോൾ ഇല്ല. എടക്കാട് O ഭരതനുമായിട്ട് മത്സരിക്കുകയും പിന്നീട് കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുകയും അങ്ങനെ ഹൈക്കോടതിയിൽ അദ്ദേഹം ഏതാണ്ട് 400-500ഓളം സാക്ഷികളെ ഹാജരാക്കുകയൊക്കെ ചെയ്ത് ആ കേസിൽ അനുകൂലമായ വിധി വാങ്ങിയെടുത്ത ഒരു നേതാവ് കൂടിയാണ് സുധാകരൻ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എടക്കാട് O ഭരതൻ, അന്ന് O ഭരതൻ എന്ന് പറയുന്ന CPM-ന്റെ വളരെ സമുന്നത നേതാവാണ്, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ റദ്ദാക്കപ്പെടുകയും ഇദ്ദേഹം MLA ആവുകയും ഇദ്ദേഹം നിയമസഭയിൽ വരികയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു പുതുവയിൽ മത്സരിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഉദയമയിൽ മത്സരിച്ചിട്ടുണ്ട്, ദയനീയമായി തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ സുധാകരൻ ഇപ്പൊ കാണിക്കുന്നത് ഈ കോൺഗ്രസിന് ഗുണം ചെയ്യില്ല, സുധാകരൻ മാത്രമേ ഗുണം ചെയ്യുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.